ഹായ് ഫ്രണ്ട്സ്, ഹണി ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നാട്ടിലെ യുവ കർഷകനായ ശ്രീ ബിജു മാത്യുവിനെ പരിചയപ്പെടുകയാണ്. അദ്ദേഹത്തിന് ധാരാളം തേനീച്ച പെട്ടികളുണ്ട്. അതുകൂടാതെ മറ്റ് കൃഷി രംഗങ്ങളിലെല്ലാം സജീവമാണ്. നല്ല ഒരു പാചക വിദഗ്ധൻ കൂടിയാണ് ബിജു. നമുക്ക് ഇവിടെ ധാരാളം അദ്ദേഹത്തിൻ്റെ കൃഷിത്തോട്ടം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. വെണ്ട, പയറ്, അതുപോലെ തന്നെ കുറ്റി കുരുമുളക് ചെടികൾ, പലതരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പൂച്ചെടികൾ ഇതെല്ലാം നട്ട് നനച്ച് പരിപാലിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ലോക്ക്ഡൗൺ കാലമൊക്കെ എന്ന് പറയുന്നത് ശരിക്ക് നമുക്ക് ഇല്ലായ്മയുടെ ഒരു കാലഘട്ടമാണ്. പലപ്പോഴും പല സാധനങ്ങൾക്കൊന്നും കിട്ടാനില്ലാത്തൊരവസ്ഥ വരും. നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ് ബിജു നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത്രയധികം വസ്തുക്കൾ നമ്മൾ പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ ഒന്നും വാങ്ങാതെ തന്നെ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും അതുപോലെ തന്നെ മറ്റ് വസ്തുക്കളെല്ലാം ഉൽപ്പാദിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. നമുക്ക് ബിജുവിനെ പരിചയപ്പെടാം. എൻ്റെ ബാല്യകാല സുഹൃത്താണ്. ഞങ്ങൾ വളരെ ചെറുപ്പം മുതൽ കളിച്ച് ഒക്കെ വളർന്നതാണ്. ഇദ്ദേഹം എന്താണ് പറഞ്ഞത്, നല്ല രീതിയിൽ കൃഷി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, ഒരു കർഷകൻ എന്നുള്ള നിലയിൽ ബിജുവിൻ്റെ അനുഭവങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. നമസ്കാരം, എൻ്റെ പേര് ബിജു ആണ്. ഞാനൊരു ഹോട്ടലിൽ കുക്കായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒഴിവ് സമയങ്ങളിൽ ചെറിയ തോതിലുള്ള കൃഷികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം ചെറുതേനീച്ച കൃഷിയുണ്ട്. ചെറുപ്പം തൊട്ട് ചെറുതേനീച്ച കൃഷി, ഒരു 8ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ചെറുതേനീച്ച കൃഷികൾ. അത് അന്ന സമയത്തൊക്കെ നല്ല വരുമാനമായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത ടവറൊക്കെ ഇങ്ങനെയും വന്നുകൊണ്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അതിനുശേഷം ഞാൻ 2 കൊല്ലം മുമ്പ് മേക്കിപ്പാല RBSയിൽ നിന്ന് ഒരു 1 ഇയർ കോഴ്സ് തേനീച്ച കൃഷിയിലൊരു കോഴ്സ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ അവിടുന്ന് കുറച്ച് ഹോർട്ടികോർപ്പ് വഴിയുള്ള കുറേ പെട്ടികൾ കിട്ടി, ഒരു 10 പെട്ടിയോളം കിട്ടി. അതിൽ നിന്ന് ഇങ്ങനെ വികസിപ്പിച്ചെടുത്തിപ്പോൾ 2-3 കൊല്ലമായിട്ട് നല്ല രീതിയിൽ തേനൊക്കെ കിട്ടുന്നുണ്ട്. തേനീച്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഞാൻ ഞൊടിയൻ തേനീച്ചകളാണ് ഞാൻ വളർത്തുന്നത്. എപ്പിസെറാന ഇൻഡിക്ക എന്നൊരു ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈച്ചകളാണ്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് പെട്ടി തുറന്ന് കാണാം. അതിനു മുമ്പ് നമ്മൾ ആദ്യം പരിചയപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ തേനീച്ചയെക്കുറിച്ച് ഉപകരണങ്ങളാണ്. ഇതാണ് പോയിക്കണ ഉപകരണം. ഇത് പോയിച്ച് നമ്മൾ തേനീച്ചേനെ അകറ്റിയിട്ട് വേണം പെട്ടി പരിശോധിക്കാനും കാര്യങ്ങൾ. പിന്നെ ഇത് തേനടക്കത്തി, തേൻ മെഴുക് കെട്ടിയാനും എക്സാക്ടറിൽ അട വെച്ച് ചെത്തി കറക്കിയെടുത്തതാണ് നമ്മൾ തേനെടുക്കുന്നത്, അട നശിച്ച് കളയുന്നത്. ഇതാണ് മുഖാവരണി, തേനീച്ചയുടെ കുത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഇത് തേനെടുക്കുന്നൊരു മെഷീൻ, എക്സ്ട്രാക്ടർ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ അടയെടുത്ത് ഇതിനകത്ത് തേനുള്ള സമയത്ത് അടയെടുത്ത് ഇതിൽ സൈഡിൽ ആ തേനടക്കത്തി കൊണ്ട് സൈഡിൽ നൈസായിട്ട് കട്ട് ചെയ്ത് ഇതിലിട്ട് വെച്ച് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ ഈ അട അതേപടി തന്നെ നമുക്ക് കിട്ടും, പോകാണ്ട്. വീണ്ടും നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമുക്കിതിൽ തേൻ നിറഞ്ഞ് കഴിയുമ്പോൾ ഒരു സീൽ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും സീലിൽ ചെത്തിക്കളഞ്ഞിട്ട് ഇതിലിട്ട് എക്സ്ട്രാക്ടർ വെച്ച് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കിട്ടും. ഇത് 3-4 പ്രാവശ്യം എടുത്തൊരു അടയാണ്. വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് തന്നെ ഇരിപ്പുണ്ട്. തേൻ എടുത്ത ശേഷം ജൂൺ മാസത്തോടുകൂടി നമ്മൾ ഈ ഹണി ബോക്സാണ്, ഇത് ഹണി ബോക്സ് എന്ന് പറയും. ഇതെടുത്ത് നമ്മൾ മാറ്റി വയ്ക്കും. എന്നിട്ട് ഈ അടകളെടുത്ത് ഉരുക്കി ഇത് ഒരു മെഴുക് ഇതുകൊണ്ടൊരു പാത്രത്തിലാക്കി. ഇത് നമ്മൾ സൗന്ദര്യ വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഫേസ് പാക്ക് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കസ്തൂരി മഞ്ഞളും വെളിച്ചെണ്ണയും ചേർത്തൊരു മിക്സറും തയ്യാറാക്കി കഴിഞ്ഞാൽ ഇത് നല്ലതാണ്. മുഖത്ത് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ്. മുഖക്കുരു അങ്ങനെ മുഖത്തെ പാടുകളൊക്കെ മാറും. ഇത് തേനീച്ച പെട്ടി എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ഭാഗങ്ങളാണ്. ഇതാണ് അടിപ്പലക, ഇത് ബ്രോഡർ, അതായത് കുഞ്ഞു മുട്ടയിലായിരിക്കുന്നത്, ഇത് സൂപ്പർ, ഇത് അടപ്പ്. ഇതാണ് ഒരു തേനീച്ചപ്പെട്ടിയുടെ. നമുക്ക് തുറന്നു നോക്കാം. തുറക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് തുറക്കരുത്, ബാക്കിൽ നിന്ന് തുറക്കണം. അപ്പോൾ നമ്മൾ വന്നതെന്ന് വരെ അറിയിപ്പിക്കാൻ വേണ്ടി ഒന്ന് തട്ടിക്കൊടുത്ത് നമ്മളെപ്പോഴും ഇത് കമത്തി വയ്ക്കണം. ഇതിൽ ധാരാളം ഈച്ചകളുണ്ട്. ഇപ്പോൾ സീസൺ കഴിഞ്ഞുള്ള സമയമായതുകൊണ്ട് ഈച്ചകൾ ധാരാളമുണ്ട്. ഇത് 2 നമുക്ക് കമത്തി വയ്ക്കാം. അവന്മാരുള്ളത് അതിൻ്റെ അകത്തിരുന്നത്. ഇതാണ് ഇതിനെ സാധാരണ 4 സൂപ്പറാർന്ന് വെക്കാറുള്ളൂ. സൂപ്പറിനകത്ത് ഫ്രെയിം. ഇതിപ്പോൾ ഞാൻ 5 വെച്ചിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം തേനൊക്കെ ഉണ്ട്. ഇത് തേൻ മറിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് ഫുള്ള് സീൽ ചെയ്യും ഈ 2 സൈഡിൽ. അപ്പോൾ നമ്മളിത് ഈ തേനടക്കത്തിയും കൊണ്ട്
ഇങ്ങനെ ചെത്തി നൈസായിട്ട് ചെത്തിക്കളയുക. രണ്ട് സൈഡും ചെത്തി. എക്സ്ട്രാക്ടർ എന്ന് പറഞ്ഞൊരു ഉപകരണം അത് ഞാൻ കാണിച്ചു തരാം. അതിൽ വെച്ച് നമ്മൾ കറക്കി എടുത്തു കഴിഞ്ഞാൽ ഈ അട പോകാണ്ട് നമുക്ക് തേൻ കിട്ടും. അപ്പോൾ വീണ്ടും നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും അതിൽ നിന്ന് നമുക്ക് തേൻ എടുക്കാം. ഇതിലാണ് റാണി സഹിതം കുഞ്ഞും മുട്ട എല്ലാം ഇതിലിരിക്കുന്നത്. ഈ സൂപ്പറിൻ്റെ അകത്ത് ഇത് ബ്രൂഡറിൻ്റെ അകത്ത്. അത് നമുക്ക് അടുത്ത പെട്ടിയിൽ പരിചയം. ഇത് ഇച്ചിരി ഒരു അക്രമ സ്വഭാവമുള്ള ഈച്ചയാണ്. അത് നമുക്ക് അടുത്ത പെട്ടിയിൽ വ്യക്തമായിട്ട് ഇപ്പോൾ തന്നെ കാണിക്കാവുന്നതാണ്. സൂപ്പർ, അതായത് റാണിയും കുഞ്ഞും ഒക്കെ ഇരിക്കുന്ന ഭാഗം നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്പോഴും നമ്മൾ അടുപ്പ് തുറന്നതിന് ശേഷം കമത്തി വെക്കണം. അപ്പോൾ ഈച്ച ഉള്ളതൊക്കെ വേണ്ടി അത് തന്നെ ഇരുന്നത്. ഇത് ചെറിയ അട പണിത് അവർ കുഞ്ഞും മുട്ടയും എല്ലാം ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നമുക്കിനി ഇതിനെ സൂപ്പർ ഒഴിവാക്കിയൊരു കൂടാണ്. ഇച്ചിരി ഈച്ച കുറവാണ്. ഇതൊക്കെ സമാധിയായ ഈച്ച മുട്ടയിട്ട്, അതായത് മുട്ടയുടെ സാധനം ആദ്യം നൂലുമുട്ട ഇടും. അത് 3 ദിവസം കഴിയുമ്പോൾ പുഴുവാകും. ഈ പുഴു പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ സമാധിയിലോട്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നേരെ ഒരു 10-21 ദിവസം കഴിയുമ്പോൾ ഇവർ പിരിഞ്ഞിറങ്ങും. ഇത് സൂക്ഷിച്ച് നോക്കിയാൽ ഇതിൻ്റെ നൂൽമുട്ടയുണ്ട്. ഒരു റാണി, ഇതിൻ്റെ അകത്ത് 3 തരം ഈച്ചകളാണുള്ളത്. റാണി, മടിയനീച്ച, പിന്നെ വർക്കർ. അങ്ങനെ 3 ഈച്ചകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഈ കാണുന്നത് മുഴുവൻ വർക്കറാണ്, അതായത് വേലക്കാരി ഈച്ചകൾ. ആണീച്ച ഇപ്പോൾ കുറവാണ്, എന്നാലും നമുക്ക് നോക്കാം. നോക്കട്ടെ, നമുക്ക് റാണീനെ ചില സമയത്ത് റാണീനെ കാണാൻ പറ്റുള്ളൂ. എന്നാലും നല്ല ബ്ലാക്ക് കളറിലാണ് ആണീച്ച. അത് കുറവാണ് അതിൽ. അതായത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ജനുവരിയൊക്കെ സമയത്താണ് ആണീച്ച. അത് കൂട്ടം പിരിയണ സമയത്താണ്. ഇതുണ്ട്, ഇതൊക്കെ സമാധിയായ ഈച്ച ഇതാണ്. ഇത് വിരിഞ്ഞാണ് വേലക്കാരി ഈച്ചകൾ ഇറങ്ങുന്നത്. വലുപ്പമുള്ള ഈച്ചയെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് റാണി ഈച്ച. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാവുന്നതാണ്. ചെറുതേനീച്ച കൃഷിയുണ്ട് നമുക്ക്. ഇതിപ്പോൾ ഒരു കൂട്ടം, ഈ കൂട്ടിൽ നിന്ന് പിരിഞ്ഞു വന്ന് ഇത് കയറിയ ഈച്ചയാണ്. ഇത് വർഷത്തിൽ 1-2 പ്രാവശ്യം നല്ല ശക്തമായ ചെറുതേനീച്ച കോളനി നമ്മൾ പിരിച്ചു വെക്കാറില്ല. സ്വമേധയാ നമ്മൾ ഈ സൈഡിലേക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിലോട്ട് വന്ന് കയറുന്നതാണ്. ഇതൊരു പിരിച്ചു വെച്ചല്ല, സ്വമേധയാ പിരിഞ്ഞു വന്ന് കയറിയ, പ്രകൃതിയിൽ നിന്ന് പിരിഞ്ഞു വന്നൊരു കോളനിയാണ്. ഇതൊരു 2 ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഒരു 1/2 കിലോമീറ്റർ മാറ്റി അടുത്ത് ഏതെങ്കിലും കെട്ടി തൂക്കി ഇടും. പിന്നെ ഒരു 10 ദിവസം കഴിയുമ്പോൾ തിരിച്ച് ഇതിൻ്റെ അടുത്ത് തന്നെ കെട്ടി തൂക്കി ഇട്ടാൽ മതി. വർഷത്തിൽ ഒരു 1/2 ലിറ്റർ തേൻ എന്തായാലും നല്ല ഒരു കോളനിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് മരുന്നിനും കാര്യങ്ങൾക്കും പിള്ളേർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ തേനാണ്. തേനീച്ചകൾ, കോഴി, താറാവ് ഇതെല്ലാം കൂടാതെ കുറേ അധികം ആടുകൾ ബിജുവിനുണ്ട്. നമുക്ക് ബിജുവിൻ്റെ ആട്ടുംകൂട് നമുക്ക് കാണാനായിട്ട് പോവാം. ചെറിയ 2 വലിയ ആടും ബാക്കി കുഞ്ഞുങ്ങളായിട്ട് ചെറിയൊരു ആട്ടും കൂടെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ നിന്നൊരു സ്കീമിൽ നമുക്ക് കിട്ടിയതാണ്. നമുക്ക് ആടിനെ ഒന്ന് കണ്ടുപോകാം. സങ്കരയിനം ആടുകളാണ്. ഏതായാലും 1 ലിറ്റർ അടുത്ത പാലുകൾ ഇതിനും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കുഞ്ഞുങ്ങളാണിത്. 2 മാസം പ്രായമായ കുഞ്ഞുങ്ങൾ. ഈ ആടിൻ്റെ കുഞ്ഞുങ്ങളാണിത്. ഇതൊരു 3-3.5 മാസം പ്രായമായതാണ്. ഇതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലുള്ള കുഞ്ഞാണ്. അത് പ്രസവിക്കാറ് 2 മാസം ചെനയായതാണ്. നമ്മൾക്ക് വീടുകളിൽ ആവശ്യത്തിനുള്ള പാലും എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ചെടിക്കും നമ്മുടെ ഗ്രോ ബാഗിലിട്ട് പച്ചക്കറി കൃഷിക്ക് ഇടാനുള്ള വളവും എല്ലാം ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ മൂത്രം നമ്മൾ സെപ്പറേറ്റ് ശേഖരിച്ച് ബയോഗ്യാസിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഗ്യാസും കിട്ടും. അപ്പോൾ നമ്മളെല്ലാം കൊണ്ടും ഒരു നല്ല ഉപയോഗങ്ങളാണ് ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പാലായാലും പല രീതിയിലുള്ള പാലുകളാണല്ലോ കിട്ടുന്നത്. അപ്പോൾ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതാകുമ്പോൾ നമ്മൾ പറമ്പിൽ നിന്ന് തീറ്റയും നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളമൊക്കെ കൊടുത്ത് ആണ് ആടിനെ പരിപോഷിക്കുന്നത്. വിവിധ ഇനം കോഴികളുടെ ഒരു മാതൃശേഖരം തന്നെ ബിജുവിനുണ്ട്. ഇതിൽ കരിങ്കോഴി, പോരുകോഴി,
എന്നിവ ഉൾപ്പെടുന്നു. കോഴികളെ കൂടാതെ താറാവിൻ്റെ ഒരു ചെറിയ ശേഖരം കൂടി ബിജുവിനുണ്ട്. നമ്മളിപ്പോൾ കോഴികൾ അധികം എല്ലാം ഒരു മാതൃശേഖരം ഉള്ളൂ. അതായത് ആ വലിയ കാണുന്നത് അസീലാണ്, പോരുകോഴി എന്ന് പറയും. അത് നമ്മുടെ തനി നാടൻ കോഴി. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരേ ജോഡികൾ മാത്രമേ ഉള്ളൂ. കരിങ്കോഴിയുണ്ട്, കരിങ്കോഴിയുടെ പൂവിന് തൽക്കാലം ഇല്ല. കാപ്പിരിക്കോഴിയുണ്ട്, കാപ്പിരിക്കോഴിയുടെ പൂവിനും ഇല്ല. അപ്പം ഇത് എല്ലാത്തിനും നമ്മളിപ്പോൾ ഒന്ന് കുറച്ചേക്കുവാണ്. ഈ മഴക്കാല സമയത്ത് ഇനിയിപ്പോൾ മഴക്കാലം വരാൻ പോകും, എല്ലാത്തിനും നമ്മൾ വിറ്റ് ഒഴിവാക്കിയേക്കാണ്. ഇപ്പോൾ എല്ലാത്തിൻ്റെ ഒരു 10-15 എല്ലാവർക്കും അഴിച്ചിട്ടേക്കുവാണ്. 10-15 കോഴികളേ ഉള്ളൂ. പിന്നെ കുറച്ച് കുഞ്ഞുങ്ങൾ കൊത്തി ഇറക്കിയിട്ടുണ്ട്. എല്ലാം ഈ ഇനിയിപ്പോൾ അടുത്ത മഴക്കാലത്തോടനുബന്ധിച്ച് നമ്മൾ അതിൻ്റെ എല്ലാം ഒരു മാതൃശേഖരം മാത്രം നിർത്തിയിട്ട് എല്ലാത്തിനും, താറാവാണെങ്കിൽ 10 വരെ ഉണ്ടായിരുന്നു, ഇപ്പോൾ 3 ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത എന്താ പറയുക സീസൺ ആകുമ്പോഴത്തേനും എല്ലാത്തിനെയും ഒന്ന് വിപുലപ്പെടുത്തണമെന്നുണ്ട്. പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ കൊറോണ കാലമാണല്ലോ, എല്ലാവരും വീട്ടിലിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പച്ചക്കറിയൊക്കെ നടുക. നമുക്ക് കുറേ ഗുരുവായികളൊക്കെ നട്ടിട്ടുണ്ട്. ഉള്ളതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്. പിള്ളേരായാലും എല്ലാ കാര്യത്തിനും നമ്മളോട് സപ്പോർട്ടുണ്ട്. കോഴിക്ക് തീറ്റ കൊടുക്കാനായാലും താറാവിന് കൊടുക്കാനായാലും എല്ലാവരും ഉണ്ട്. തേനീച്ചയുടെ ചെറിയ ചെറിയ പണികളൊക്കെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം എല്ലാ വീട്ടിലും ചെറിയ എല്ലാവർക്കും സമയക്കുറവുകൊണ്ടാണ്. ഇപ്പം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സമയക്കുറവ് കൊണ്ട് അവർ ചെയ്യാവുന്ന കാര്യങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ, ഒരു മുട്ടയായാലും നമുക്ക് പുറത്തുനിന്ന് കാശ് കൊടുത്തുകൊണ്ട് 2 കോഴിയുടെ വീട്ടിലെ അടുക്കള അവശിഷ്ടങ്ങൾ കൊടുത്ത്, ചോറിൻ്റെ വേസ്റ്റ് ഇതൊക്കെ കൊടുത്ത് വളർത്താവുന്നതാണ് എല്ലാം. പിന്നെ നമുക്ക് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. ഇപ്പോൾ ഷീറ്റ് അടിച്ച ഇത് വന്ന്, പിന്നെ ഈ താറാവിൻ്റെയും ആടുമുണ്ട്. പശു ഉണ്ടായിരുന്നു, പശുവിനെ നമ്മൾ ഒഴിവാക്കി. അതിൻ്റെയൊക്കെ ചാണാനും മൂത്രമൊക്കെ ഇട്ടുന്ന ബയോഗ്യാസ് പ്ലാന്റ്. വീട്ടിൽ ഒരു 50-60% ഭക്ഷണം ഉണ്ടാക്കുന്ന നമ്മൾ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള ഗ്യാസ് ഉപയോഗിച്ചാണ്. തേനീച്ചയെക്കുറിച്ച് ധാരാളം അറിവുകൾ ബിജു പങ്കുവച്ചിരിക്കുകയാണ്. തേനീച്ചയുടെ പരിചരണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. നമ്മൾ തേനീച്ചയുടെ തേൻ മാത്രം എടുത്താൽ പോരല്ലോ. അപ്പം നമ്മൾ അതിൻ്റെ സംരക്ഷിക്കേണ്ട കേസുകളെ കുറിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. നമ്മളിപ്പോൾ തേനീച്ച ഒരു വർഷം 3 ഘട്ടമായിട്ട് നിൽക്കുന്നു. ക്ഷാമകാലം, വളർച്ചാകാലം, ഉൽപ്പാദനകാലം. അപ്പോൾ ഉൽപ്പാദനകാലം എന്ന് വെച്ചാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, അങ്ങനെ 4 മാസം. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 4 മാസം ക്ഷാമകാലം. പിന്നെ വളർച്ചാക്കാലം എന്ന് വെച്ചാൽ നമ്മൾ ഈ കൂട് ക്ഷാമകാലത്ത് നമ്മൾ ഫുഡ് കൊടുത്ത് പരിചരിച്ച് കഴിഞ്ഞിട്ട് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി അങ്ങനെ ഒരു സമയത്ത് ഇത് വളർത്തിയെടുത്ത് ഡിവിഷൻ ചെയ്ത് ആണ് നമ്മൾ ഉൽപ്പാദന കാലത്തായിട്ട് നമ്മളിതിനെ സജ്ജമാക്കുന്നത്. ക്ഷാമകാലത്ത് നമുക്ക് ഈ പെട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ബ്രൂഡർ സൂപ്പർ എടുത്ത് കളയും. സൂപ്പർ വയ്ക്കാം, പക്ഷേ അതിൻ്റെ അകത്തുള്ള ഫ്രെയിം എടുത്ത് കളഞ്ഞ് നമ്മളിത് തീറ്റ കൊടുക്കണം. തീറ്റ കൊടുക്കുന്നത് വെച്ചാൽ പഞ്ചസാര ലായനിയാണ് കൊടുക്കുന്നത്. പലരും ചോദിക്കുന്നത് പഞ്ചസാര ലായനിയാണ് ഈ തേനായിട്ട് വരുന്നത്. അതങ്ങനെയല്ല, റബ്ബറിൻ്റെ ഇലകളുടെ ഇതിൽ നിന്നാണ് നമുക്ക് വരുന്നത്. ഇല ഞെട്ടിയിൽ നിന്നാണ് തേൻ ഊറി വരുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ പഞ്ചസാര ലായനി 1 ലിറ്റർ പഞ്ചസാരയിൽ 1 ലിറ്റർ വെള്ളം ഒഴിച്ചാണ് കൊടുക്കുന്നത്. കൂടൊന്നുകൂടെ ഒന്ന് തുറക്കാം. തുറക്കുമ്പോൾ എപ്പോഴും നമ്മളിത് കമത്തി വെക്കണം. ഇതാണ് ഒരു കൂട്ടിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ചിട്ട് കുറേ കമ്പും ഇങ്ങനത്തെ ഇലകളും കമ്പുകളും ഇട്ട് പഞ്ചസാര ലായനി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ആഴ്ചയിൽ 250 മില്ലി പഞ്ചസാര ലായനി കൊടുക്കുക ക്ഷാമകാലത്ത്. അപ്പോൾ ഇത് കുടിക്കാനുള്ള പുറത്തോട്ട് പോയി വലിയ മഴയത്ത് ഈച്ചയ്ക്ക് പുറത്ത് പോയി തേൻ ശേഖരിക്കാനും തേൻ കൊണ്ട് ഉറവിടയില്ല. അപ്പോൾ നമുക്കിത് ക്ഷാമകാലത്ത് ഇതിന് കൊടുത്ത്
ഇതിനെ പരിപോഷിച്ചെടുത്താലാണ് നമുക്ക് ഉൽപ്പാദന കാലത്ത് ഇതിന് നമുക്ക് തേനെടുക്കാൻ പറ്റുള്ളൂ. ഒരു കൂട്ടിൽ നിന്ന് ആവറേജ് നല്ല ഒരു കൂടാണെങ്കിൽ ഒരു 5 തൊട്ട് 15 കിലോ വരെ തേൻ, നമുക്ക് അത്രയും കിട്ടിയിട്ടില്ല, ഒരു 7-8 കിലോ തേൻ ഒരു വർഷം ഒരു പെട്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്കിതിൻ്റെ ചെറിയ പരിചരണത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ അടപ്പുഴു എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു പ്രാണി വന്ന് മുട്ടയിട്ട് അത് പുഴുവായി വന്ന് ഈ അട മുഴുവൻ നശിപ്പിച്ച് കളയും. അപ്പോൾ നമ്മൾ മാസത്തിലൊരിക്കലെങ്കിലും ഇതിൻ്റെ ഈ കൂട് പൊക്കി ഇതിൻ്റെ അടിപ്പലയെല്ലാം ക്ലീൻ ചെയ്യണം. ഇതുപോലത്തെ മെഴുകിൻ്റെ ചെറിയ പീസുകൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വന്ന് ഈ പുഴു മുട്ടയിട്ട് ഈ മെഴുക് തിന്നാൻ വേണ്ടിയിട്ടാണ് പുഴു കയറി ഇതിൻ്റെ അട മുഴുവൻ നശിപ്പിച്ച് കളയും. നമുക്ക് ഈ ചെറിയതിൽ മെഡിക്കേറ്റഡ് സൾഫർ മേടിക്കാൻ കിട്ടും. മെഡിക്കേറ്റഡ് സൾഫറും മഞ്ഞപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇടയ്ക്ക് സ്പ്രേ ചെയ്യണത്, സ്പ്രേ എന്ന് വെച്ചാൽ പൊടി മിക്സ് ചെയ്തിട്ട് ഇച്ചിരി പെതറി കൊടുക്കുന്നത് നല്ലതാണ്, ഈ പുഴു വരാണ്ടിരിക്കും. പിന്നെ നമ്മളിത് പക്ഷി എന്താ ഒരു ചെറിയ ചെറിയ പ്രാണികളൊക്കെ വന്ന് ഇതിനെ പിടിച്ചുകൊണ്ട് പോകും. വണ്ടുകൾ പിടിച്ചുകൊണ്ട് പോകും, പല്ലി, ഇതൊക്കെ നമ്മളിതിൻ്റെ ഉപദ്രവകാരികളാണ്. അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതിൻ്റെ അടുത്ത് വന്ന് ഇതിൻ്റെ സൈഡിൽ കൂടി ഉറുമ്പ് കയറുണ്ടോ എന്നൊക്കെ നോക്കി നമ്മൾ പരിചരിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു പെട്ടി ഒരു കൊല്ലം ഒരു പെട്ടിയിൽ നിന്ന് 7 കിലോ തേൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് ക്ഷാമകാലം വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ വളർച്ചക്കാലത്താണ് നമ്മളിതിനെ സെറ്റ് പിരിക്കുന്നത്. ഇപ്പം ഞാനൊരു പെട്ടി ഒരു 4 വരെ ആവറേജ് 4 വരെ കഷ്ടി പിരിക്കാറുണ്ട്. ഒരു അടകളിട്ടാണ് ഞാൻ പിരിക്കുന്നത്. ഇപ്പം എല്ലാവരും 3 അടകളിട്ട് ഒരടയിട്ട് പിരിച്ചു കഴിഞ്ഞാൽ ഒക്ടോബറിൽ ഒരടയിട്ട് പിരിച്ചു കഴിഞ്ഞാൽ സിംഗിൾ അടയിട്ട് പിരിച്ചു കഴിഞ്ഞാൽ അതൊരു പരീക്ഷണമാണ്. സാധാരണ എല്ലാ നല്ല കർഷകർ ചെയ്യുന്നത് 3-3 ചെയ്യണത്. ഞാനൊരു ഒരടയിട്ടാണ് ഈ സമയത്ത് ഈ കഴിഞ്ഞ സമയത്ത് പിരിച്ച് ഈ എല്ലാ പെട്ടിയും സിംഗിൾ അടയിട്ട് പിരിച്ച പെട്ടികളാണ്. എന്ന് വെച്ചാൽ അത് പതുക്കെ വളരുമെങ്കിലും ഒരു മാസത്തിന് ശേഷം പടാന്ന് പുതിയ റാണിയാണ്. നമ്മൾ പഴയ റാണീനെ കൊന്നിന് അത് കഴിഞ്ഞിട്ട് പുതിയ റാണീനെ എല്ലാ കൊല്ലവും നമ്മൾ പുതിയ റാണീനെ എടുക്കണം. എന്നാൽ അതിൻ്റെ വളർച്ച ഒരു റാണി ഒരു ദിവസം നല്ല സീസൺ സമയത്താണ്, അതായത് പ്രകൃതിയിൽ പൂമ്പൊടിയും തേനും ഒക്കെ വന്ന സമയത്താണെങ്കിൽ 2000 വരെ മുട്ടയിടുന്നതാണ്. അത് ഞാൻ അപ്പോൾ നമ്മൾ ആ ഫ്രെയിം എടുത്ത് കാണിച്ചപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഒരു റാണി 2000 മുട്ടയിടും. അപ്പോൾ ഒരു ഈച്ചയുടെ ആയുസ് എന്ന് വെച്ചാൽ 60-65 ദിവസമുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ മുട്ടയിട്ടുകൊണ്ടിരിക്കും, കുറേ മരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈച്ചകൾക്ക് പല വളർന്നു വന്ന ഈച്ച നേഴ്സസ് ബി എന്നാണ് പറയണത്. അത് കൂടുതലിൻ്റെ പരിചരണവും കുഞ്ഞു മക്കൾക്കൊക്കെ തീറ്റ കൊടുക്കൽ, ഇത് വൃത്തിയാക്കൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തേനീച്ചകൾ ഇത് ആരും ഈച്ചയ്ക്ക് പറഞ്ഞു കൊടുക്കണ്ട, പുറത്ത് പോയി തേനെടുക്കാൻ കുറേ ഈച്ചകൾ, തേനെടുത്തതിന് ശേഷം അത് ടെസ്റ്റ് ചെയ്യാൻ ഒരു ബാച്ച് ഈച്ചകൾ, ടെസ്റ്റ് ചെയ്യാൻ പിന്നെ വെള്ളം എടുക്കാൻ പോകണം. ഇത് എയർ കണ്ടീഷൻ വെച്ച് ചൂട് കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ പോയി. ബിജു വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ളൊരു വിവരണമാണ് നമ്മുടെ പങ്കുവെച്ചത്. തീർച്ചയായിട്ടും പുതിയ തേനീച്ചയെ വളർത്താനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് വളരെയധികം ഉപകാരമായിരിക്കും. നല്ല ശുദ്ധമായ തേൻ ഉൽപ്പന്നങ്ങൾക്കും എല്ലാം നിങ്ങൾക്ക് ബിജുവിനെ സമീപിക്കാം. ബിജുവിൻ്റെ കോൺടാക്റ്റ് നമ്പർ അദ്ദേഹം പറയുന്നതാണ് 9142026920. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ശുദ്ധമായിട്ടുള്ള തേന് നിങ്ങൾക്ക് എത്തിച്ചു നൽകുന്നതാണ്. വളരെ അധികം സന്തോഷമുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള കർഷകരെയൊക്കെയാണ് നമുക്ക് വളരെയധികം പരിപോഷിപ്പിക്കേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതും. പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വരും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക.